സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഉസ്താദിനെയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ മകളുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ട്. ഉസ്താദ് പെട്ടെന്ന് തന്നെ വരണം എന്നൊക്കെ പറയുന്നു. പാവം തോന്നിയിട്ടുള്ള ഈ ഒരു ഉസ്താദാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവര് തമ്മിൽ സംസാരിക്കുന്നതൊക്കെ തന്നെ മറ്റൊരു പെൺകുട്ടി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേരാണ് നിൻഗ്രൂം. ഇവരുടെ വീട്ടിലേക്ക് എത്തിയതും ഉസ്താദിന്റെ പണി തുടങ്ങി. പ്രാർത്ഥനയും മറ്റുമൊക്കെ ആയിട്ട് ആ ഒരു ബാധയെ ഒഴിപ്പിക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ ഒരുപാട് ശ്രമത്തിനൊടുവിൽ ആ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന ബാധ ഇപ്പൊ അവർ ഒഴിപ്പിച്ചു. ഈ പെൺകുട്ടിയുടെ അമ്മയെയും ഉസ്താദിനെയും പിന്തുടർന്നുകൊണ്ട് നിൻഗ്രും എന്ന് പറയുന്ന പെൺകുട്ടി ഈ വീടിന് പുറത്ത് വന്നിട്ടുണ്ട്. ബാധ ഒഴിപ്പിക്കലിന് ശേഷം ഉസ്താദും നന്നേ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉസ്താദിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ മാതാപിതാക്കൾ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് വീടിന് പുറത്തേക്ക് പോകുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഇവരുടെ ഒരു അനക്കവും ഇല്ലാന്ന് കണ്ടപ്പോ നമ്മുടെ ഉസ്താദ് പുറത്തേക്ക് ഇറങ്ങി നോക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ഈ ബാധ കയറിയിട്ടുണ്ടായിരുന്ന കുട്ടി ഉണ്ടല്ലോ, അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉസ്താദിന്റെ പുറകിൽ ഇതേ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി. പക്ഷെ അടുത്ത നിമിഷം ആ ഒരു കുട്ടിയുടെ കഴുത്തങ്ങട് അറ്റുപോവുകയാണ്. ഇത് കണ്ട് പേടിച്ചേരണ്ട ഉസ്താദാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. ആ കുട്ടിയുടെ മാതാപിതാക്കളും ഇതേ അവസ്ഥയിൽ, അതായത് കഴുത്ത് വേർപെട്ട് കിടക്കുന്നു. ഇതെല്ലാം തന്നെ നിൻഗ്രും എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടിയുടെ പണിയായിരുന്നു. അവൾ ഇതെന്തിനാണ് ചെയ്തത് നമുക്ക് നോക്കാം. പിന്നീട് കാണിക്കുന്നത് ഒരു കൊലപാതകം നടന്ന അപ്പാർട്ട്മെന്റ് ആണ്. അവിടേക്ക് മാധ്യമപ്രവർത്തകനായിട്ടുള്ള ദാരു കടന്നു വരുന്നു. ദാരുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ദാരുവിന് മാത്രമാണ് ഇപ്പൊ ഈ ഒരു ക്രൈം സ്പോട്ടിലേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. മേലുദ്യോഗസ്ഥന്റെ പേര് നമുക്ക് റഫീഖ് എന്നിടാം. റഫീഖ് മിക്ക കേസുകളിലും എന്തെങ്കിലും സംശയം വരുമ്പോൾ നമ്മുടെ ദാരുവിനെയാണ് സമീപിക്കാറുള്ളത്. അങ്ങനെ ദാരു വന്നിട്ട് അവന്റെ പണി തുടങ്ങി. എല്ലാ ഫോട്ടോഗ്രാഫ്സും മറ്റൊക്കെ എടുക്കൽ തുടങ്ങി. അവന്റെ മാധ്യമ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നു. അവന് എക്സ്ക്ലൂസീവ് ആയിട്ട് എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവൻ തിരിച്ചു ചെയ്യുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത്. അങ്ങനെ ദാരു പതിവ് പോലെ ഫോട്ടോഗ്രാഫ്സും മറ്റൊക്കെ എടുക്കുമ്പോൾ തൊട്ടടുത്ത റൂമിൽ ഒരു സ്ത്രീ രൂപം, ഒരു കറുത്ത രൂപം അവൻ കാണുന്നുണ്ട്. അവനാകെ ഞെട്ടി തരിച്ചുപോയി. എന്താണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇത് റഫീഖിന്റെ അടുത്ത് അവൻ പറയുമ്പോഴേക്കും ആ ഒരു രൂപം അവിടെ നിന്നും മാഞ്ഞു പോകുന്നു. പക്ഷെ റഫീഖും അതുപോലെ തന്നെ നമ്മുടെ ദാരു നിൽക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബേസ് ബോർഡിന്റെ പെട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പെട്ടിയൊക്കെ കിടന്നിങ്ങനെ ഇളകുന്നുണ്ട്. ഈ ഒരു സ്ത്രീ രൂപത്തെ നമ്മുടെ ദാരു മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതെന്താണെന്ന് നോക്കാനായിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കറുത്ത പട്ടി ഇവർക്ക് നേരെ നോക്കി കുരയ്ക്കുകയാണ്. ഓ, ഇതായിരുന്നോ? മനുഷ്യൻ പേടിച്ചു പോയി. ഇപ്പൊ ഈ നടന്നിരിക്കുന്ന കൊലപാതകം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇതിനു മുമ്പും ഇപ്പോഴും മരിച്ചിരിക്കുന്ന ആളുകള് ഒരു ക്രിസ്ത്യൻ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കും മറ്റൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പോലീസുകാരുടെ വഴിക്ക് അന്വേഷിക്കും. നമ്മുടെ ദാരുവിന്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് അവന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനാണ്. അങ്ങനെ ദാരു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ മൊത്തം ഇവനെ അസൂയോട് കൂടിയിട്ടും ദേഷ്യത്തോടു കൂടിയിട്ട് നോക്കുകയാണ്. കാരണം അവർക്കൊന്നും കിട്ടാത്ത പ്രിവിലേജ് ആണ് നമ്മുടെ ദാരുവിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പും ഒരുപാട് കൊലപാതകങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് ദാരു പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞത് റിബൺ കില്ലർ എന്ന് പറയുന്ന ഒരു കില്ലറിന്റെ കേസ് അന്വേഷണമായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് നടക്കുകയും റിബൺ കില്ലറിനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നടക്കുന്ന ഈ ഒരു കൊലപാതകത്തിനെ പറ്റിയിട്ട് ഒരു തുമ്പും നമ്മുടെ ദാരുവിനും പോലീസുകാർക്കും കിട്ടിയിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് പകുഞ്ചര എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ്. പുള്ളിക്കാരി ആരുടെയോ ഒരു ഹൃദയം എടുത്തിട്ട് തുണി കൊണ്ടൊക്കെ ചുറ്റി അത് ബാഗിലിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. സത്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ ദേഹത്ത് ആരോ ഉണ്ട്. അത് സാത്താനാണ്. അപ്പൊ ആ സാത്താൻ പറയുന്നുണ്ട്, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യ്, പെട്ടെന്ന് തന്നെ ചെയ്യ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റും. തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഒരു പെൺകുട്ടിയുടെ, അതായത് യൗവനത്തിലിരിക്കുന്ന ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയായി മാറുന്നുണ്ട്. അതായത് അതൊക്കെ സാത്താന്റെ പണിയാണ്. അങ്ങനെ സാത്താൻ ഒരു മുന്നറിയിപ്പും കൂടി കൊടുക്കുന്നുണ്ട്. നീ ഇത് പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നീ ഈ പഴയ അവസ്ഥയിലേക്ക് പോകും, പിന്നെ നിനക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്തുനിന്ന് സാത്താൻ പോകുന്നു. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുഞ്ചര എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ചെയ്യുന്നത് സാത്താനെ സേവിക്കുക എന്നതാണ്. സാത്താനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ ഹൃദയങ്ങൾ പുള്ളിക്കാരി കളക്ട് ചെയ്യുന്നത്. അടുത്ത ഇരയെ തേടിയിട്ട് പകുഞ്ചര അവിടെ നിന്നും നടന്നു പോകുന്നു. ഇതേ സമയം ആ ഒരു കുട്ടിയുടെ ദേഹത്ത് കയറിയിട്ടുണ്ടായിരുന്ന സാത്താൻ ഒഴിഞ്ഞു പോവുകയും ആ കുട്ടി സ്വബോധത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ദാരുവിന്റെ ബോസ് വിളിച്ചിട്ട് ദാരുവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. സംഭവം മറ്റൊന്നുമല്ല, മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഒരു കൊലപാതകം കണ്ടല്ലോ, ആ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മേനെയൊക്കെ നമ്മുടെ ഈ ഒരു നിങ്ക്രും വന്ന് തീർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ നിങ്ക്രുമിനും പരിക്ക് പറ്റിയിട്ട് അവളും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായി.
അതിനുശേഷം അവളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ പറഞ്ഞ മെന്റൽ ഹോസ്പിറ്റലാണ്. അവിടെ സെല്ലിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അതിൽ ഒരു സെല്ലിൽ കിടക്കുന്ന പേഷ്യന്റ് ആയിട്ടുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടി. സാർ, എന്റെ സെല്ലിൽ പ്രേതമുണ്ട്, അവൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, എന്നെ ഇവിടെ ഇട്ട് പോവല്ലേ, എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ സെക്യൂരിറ്റിന്റെ അടുത്ത് ഇവൻ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അവനെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി. ശേഷം ഈ ചെങ്ങായി ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ സെല്ലിന്റെ ഉള്ളിൽ ആ ഒരു കിടക്കയിലേക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മിററിലായിട്ട് ഒരു പ്രേതത്തെ കാണാനായിട്ട് സാധിക്കും. അതും പ്രത്യേക തരത്തിലുള്ള സൗണ്ടൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. ഈ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് കിടക്കയിൽ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുകയാണ്. എല്ലാവരും കിടന്നുറങ്ങിക്കോളി എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ലൈറ്റ് മൊത്തം ഓഫാക്കിയിട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ നിന്ന് പോയി. ഡ്യൂട്ടി കഴിഞ്ഞ ആ ഒരു ഓഫീസർ അവിടെ നിന്ന് പോയതിനു ശേഷം മറ്റൊരു ഓഫീസർ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളുടെ ചെവിട്ടിൽ വന്നിട്ട് ആരോ പേര് വിളിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, അയാൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കി, ആരെയും കാണുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിൻഗ്രൂമിനെയാണ്. വാർഡ് 3ലാണ് ഇപ്പൊ അവളെ ആക്കിയിരിക്കുന്നത്. വയറിന്റെ ഭാഗത്തായിട്ട് നിൻഗ്രൂമിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കഴുത്തെടുത്തതിന് ശേഷം നിൻഗ്രൂം അവിടെ നിന്ന് പോകുമ്പോഴാണ് അവൾക്ക് പരിക്ക് പറ്റിയത്. പിന്നീട് അവൾക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടി ഓടിക്കൂടി ഇവൾക്ക് എന്തോ മാനസിക രോഗം ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നാട്ടുകാരും പോലീസുകാരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമ്മുടെ നിൻഗ്രൂം ഒരു ഡീമോൻ ഹണ്ടറാണ്. അതായത് ഈ പ്രേതങ്ങളൊക്കെ വേട്ടയാടി തീർത്ത് കളയുന്ന ഒരു പോരാളി എന്ന് വേണമെങ്കിൽ പറയാം. പകുഞ്ചര ഇപ്പോൾ ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വന്ന ആ ഒരു സാന്നിധ്യം ഇപ്പം നമ്മുടെ നിൻഗ്രൂമിന് മനസ്സിലായിട്ടുണ്ട്. പകുഞ്ചര ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു സെല്ലിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒരു പ്രേതത്തെ ആക്കുന്നുണ്ട്. ആ ഒരു പ്രേതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പകുഞ്ചര പറയുന്നത് പോലെയാണ് അനുസരിക്കുന്നത്. നിനക്ക് വേണ്ടതെല്ലാം തന്നെ ഞാനും എൻ്റെ സാത്താനും തരും എന്നും പറഞ്ഞുകൊണ്ട് പകുഞ്ചര അവളുടെ ഉള്ളം കയ്യിൽ മുറിവാക്കിയിട്ട് ആ ഒരു രക്തം ഈ ഒരു പ്രേതത്തിന്റെ വായിലോട്ട് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുന്നു. പ്രേതാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കുന്നത് പോലെ അത് കുടിച്ചിട്ട് ഇവൾ പറയുന്ന എല്ലാ കാര്യത്തിനും റെഡിയാകുന്നു. ഈ പ്രേതം അതിന്റെ ദൗത്യത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് അതിന്റെ കൈവിരലുണ്ടായിരുന്ന ആ ഒരു നഖത്തിന്റെ ഒക്കെ മൂർച്ച ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതേ സമയം എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് പകുഞ്ചര സെല്ലിൽ കിടക്കുന്ന ഒരു ഗർഭിണിയായിട്ടുള്ള യുവതിയെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. എന്തൊക്കെയോ അപശബ്ദം കേട്ട ഒരു സെക്യൂരിറ്റി ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അയാൾ നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് മുഖക്കൊന്ന് കഴുകി. വീണ്ടും ആ ഒരു ശബ്ദം കേട്ടു. അതൊരു ബാത്റൂമിൽ നിന്നായിരുന്നു. ബാത്റൂമിന്റെ ഡോറൊക്കെ അടച്ചിട്ട് അയാൾ പുറത്തേക്ക് വന്നപ്പോൾ ഈ ഒരു ബാത്റൂമിൽ കിടന്നിരുന്ന കപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തനിയെ പുറത്തേക്ക് വീഴുന്നുണ്ട്. അതൊക്കെ എടുത്തു വെച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ കണ്ണാടിയിലായിട്ട് നേരത്തെ പകുഞ്ചര പറഞ്ഞു വിട്ട ആ ഒരു പ്രേതം ഉണ്ടല്ലോ, ആ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇവന് നേരെ വരുന്നുണ്ട്. ഇവൻ പേടിച്ചരണ്ടിട്ട് ഇപ്പൊ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ദേണ്ടടാ, ആ ഒരു പ്രേതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാത്റൂമിന്റെ മുകളിൽ നിന്ന് ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു സീൻ കട്ടായിട്ട് നേരെ മെന്റൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു എൻട്രൻസ് ആണ് കാണിക്കുന്നത്. അവിടേക്ക് ഇപ്പൊ നമ്മുടെ ദാരു എന്ന് പറയുന്ന റിപ്പോർട്ടർ എത്തിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഈ ഒരു കൊലപാതകത്തിന്റെ എല്ലാ ഫോട്ടോഗ്രാഫ്സും ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു നോക്കുമ്പോൾ അതവിടെ താഴെ വീണ് പോകുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥൻ ദാരുവിനെ പരിചയപ്പെടുന്നത്. അവൻ തേടി വന്ന ആളെ തന്നെയാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉടനെ തന്നെ അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. നിൻഗ്രൂം എങ്ങനെയാണ് പെരുമാറുക എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയില്ല. എന്തായാലും അവളുടെ കണ്ണുകളിലേക്ക് കുറെ നേരം നോക്കിയിരിക്കേണ്ട, ചിലപ്പോൾ പണി കിട്ടും. ഇല്ല സാർ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് ആ ഒരു കൊലപാതകത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിൻഗ്രൂമിനെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിലേക്ക് നമ്മുടെ ദാരു എത്തുന്നു. ആ ഒരു കൊലപാതകം നടന്ന ആളുകളുടെ എല്ലാം തന്നെ ഫോട്ടോഗ്രാഫ്സ് ഇപ്പൊ മേശപ്പുറത്ത് നമ്മുടെ നിൻഗ്രൂമിന് മുന്നിലായിട്ട് ദാരു വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ പറ്റിയിട്ട് നിനക്ക് എന്താ അറിയാന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്, അല്ലെങ്കിൽ എല്ലാവരും ചാവും. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞതാണ്, ആരും എന്നെ വിശ്വസിക്കുന്നില്ല. അവൾ ഈ സാത്താന്റെയും മറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദാരുവിനും ഇവൾ എന്ത് ഭ്രാന്തൊക്കെ ഈ പറയുന്നത്. ദാരുവും താൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ നിൻഗ്രൂമിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവൾ വയലന്റ് ആവാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ നമ്മുടെ ദാരു ആണെന്നുണ്ടെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവളാണെന്നുണ്ടെങ്കിൽ വയലന്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വന്ന സെക്യൂരിറ്റീസിനെ മൊത്തം ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. ഒടുവിൽ എങ്ങനെയൊക്കെയോ 3-4 പേര് വന്നിട്ട് പിടിച്ചു കെട്ടിയിട്ടാണ് അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നത് തന്നെ. അവളെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചങ്ങലയടക്കം അവൾ പൊട്ടിച്ചു കളയുന്നുണ്ട്. പക്ഷെ പരിക്ക് കാരണം അവൾക്ക് കുറെ ദൂരമൊന്നും ഓടിപ്പോവാനൊന്നും കഴിയില്ല. ഇതേ സമയം പകുഞ്ചരയാകട്ടെ മറ്റേതോ ഒരു പാവത്താന്റെ ഹൃദയം കൈക്കലാക്കി അല്ലെങ്കിൽ പിഴുതെടുത്തുകൊണ്ട് ഇപ്പൊ തുണിയിൽ ചുറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ചെറിയ ബാലം വരുന്നുണ്ട്. ആ ഒരു പയ്യന്റെ ദേഹത്തും ഇപ്പൊ സാത്താനുണ്ട്. സാത്താൻ വീണ്ടും വീണ്ടും അവളെ
കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ഹൃദയങ്ങൾ വേണം, എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് എന്നെ നീ കൊണ്ടുവരണം. ശരി അമ്പ്ര എന്നും പറഞ്ഞുകൊണ്ട് പകുഞ്ചര അവിടെ നിന്നും പോകുന്നു. അതല്ല രസം, ഈ ഒരു പയ്യന്റെ ദേഹത്തു നിന്നും ആ ഒരു സാത്താൻ പോകുന്നതോട് കൂടിയിട്ട് പയ്യനാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. അത് ആ പയ്യന്റെ അച്ഛനായിരുന്നു. മറുവശത്ത് റഫീഖ് ആകട്ടെ ഇപ്പൊ ദാരുവിനെ വിളിച്ചിട്ട് അവിടെ പോയിട്ട് എന്തായി, വല്ല തുമ്പും കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നും കിട്ടിയില്ല, എന്തേലും കിട്ടിയാൽ ഞാൻ നിന്നെ വിളിച്ച് അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദാരു ഫോൺ വെക്കുന്നു. മറുവശത്ത് സെക്യൂരിറ്റി ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ക്രുമിനെ സെല്ലിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നുണ്ട്. അതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഓഫീസർ ഒരു ഞരമ്പനായിരുന്നു. അല്ലാത്ത രീതിയിലൊക്കെ നിൻഗ്രുമിന്റെ ശരീരത്തിൽ അവൻ സ്പർശിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സെല്ലൊക്കെ പൂട്ടിക്കൊണ്ട് പോകുന്ന ഈ ഒരു സെക്യൂരിറ്റി ഓഫീസർ അവൾക്ക് നേരെ നോക്കിയിട്ട് നിന്നെ ഞാൻ വീണ്ടും എടുത്തോളാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷിയായിട്ടുള്ള നമ്മുടെ ഉസ്താദ് ഉണ്ടല്ലോ, പുള്ളിക്കാരന് കാണാനായിട്ട് പോകുന്ന ദാരുവിനെയാണ്. ദാരു ഈ ഒരു ഉസ്താദിന്റെ അടുത്ത് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നാട്ടുകാർ അടുത്തിരിക്കുന്നത് കാരണം ഉസ്താദ് ഒന്നും തുറന്നു പറയുന്നില്ല. മറുവശത്ത് നിൻഗ്രുമിനെ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ ഒരു സെക്യൂരിറ്റി ഓഫീസർ സെഡേഷൻ കൊടുത്ത് മയക്കിയിട്ടുണ്ടായിരുന്നു. മയക്കം മാറിയ അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെല്ലിന് പുറത്തേക്ക് വരാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവളുടെ രണ്ട് കൈയും കൂട്ടി കെട്ടിയ നിലയിലായിരുന്നു. അതൊരു വിധത്തില് അവൾ ആ കയറൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴാണ് രണ്ട് സെക്യൂരിറ്റി ഓഫീസേഴ്സ് അതുവഴി വരുന്നത്. ഇത് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ നിൻഗ്രുമാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ബെഡിലേക്ക് പോയിട്ട് കമിഴ്ന്ന് കിടക്കുകയാണ്. അങ്ങനെ ആ രണ്ട് സെക്യൂരിറ്റികളും അവിടെ നിന്നും പോയി. മറുവശത്ത് ദാരുവിന്റെ അടുത്ത് ഈ ഒരു ഉസ്താദ് തന്റെ കുറെ നഗ്ന സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഉസ്താദിന് ഒരുപാട് അഡിക്ഷൻസും മറ്റൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഡ്രഗ്സ് അഡിക്ഷൻ. അയാൾ ഇപ്പോഴും നന്നായിട്ട് പുകവലിക്കും, പക്ഷെ ഈ നാട്ടുകാർക്കൊന്നും അറിയില്ല. അന്ന് ആ ഒരു കൊലപാതകം നടന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ ദാരുവിനെ ഉസ്താദ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ദാരു അപ്പൊ തന്നെ നടന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കാമോ എന്ന് ഉസ്താദിനോട് ചോദിക്കുന്നു. ഓ അതിനെന്താ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലീസുകാരൊന്നും വിശ്വസിച്ചിട്ടില്ല, നിങ്ങളെങ്കിലും വിശ്വസിക്കോ എന്നുള്ള രീതിയിൽ ഈ ഒരു ഉസ്താദ് അന്ന് നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ആ ഒരു പെൺകുട്ടിയാണ് ഇത് ചെയ്തത്, പക്ഷെ അവളെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചതാണെന്നോ എനിക്കറിയില്ല. അന്ന് ആ ഒരു വീട്ടിൽ വെച്ച കൊലപാതകം കണ്ട് ഞാൻ പേടിച്ചിരണ്ട് ഇതുവഴിയാണ് ഓടി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ ഒരു പെൺകുട്ടിയെ ആക്രമിക്കാനായിട്ട് ഒരു സൂംബിയെ പോലുള്ള ഒരാൾ വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ അന്ന് ബാധയൊഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന വീടും ആ ഒരു വീട്ടുകാരും ഇവിടെ ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. ഉസ്താദിന്റെ ഈ ഒരു വെളിപ്പെടുത്തലുകൾ കേട്ടതോട് കൂടിയിട്ട് ദാരുവിനിപ്പോ നമ്മുടെ നിങ്ക്രുമിനെ നല്ല വിശ്വാസമായിട്ടുണ്ട്. അവൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. ദാരു പോകാനായിട്ട് നിൽക്കുമ്പോഴേക്കും അവനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അത് നമ്മുടെ റഫീഖ് ആയിരുന്നു. പോയ കാര്യങ്ങൾ എന്തൊക്കെയായി, നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ എന്നൊക്കെ അവൻ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ഉസ്താദാണെന്നുണ്ടെങ്കിൽ ദാരുവിന്റെ അടുത്ത് സിഗരറ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പകുഞ്ചര ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് നിൻഗ്രു ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സെല്ലിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടുള്ള മാർഗം ആലോചിക്കുമ്പോഴാണ് അവിടെ ഒരു എയർ ഡക്റ്റ് കാണുന്നത്. ഇതേ സമയം ആ ഒരു ഞരമ്പൻ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിൽ കിടക്കുന്ന തളർവാദം പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു. ദാരു പോയതിനു ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉസ്താദ് ആ ഒരു വഴിയിൽ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ എത്രയൊക്കെ നടന്നിട്ടും വീണ്ടും വീണ്ടും ആ ഒരു ലൂപ്പിൽ പെട്ട പോലെ നമ്മുടെ ഉസ്താദ് ആ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത്. അവിടുത്തെ കോടമഞ്ഞിലായിട്ടൊരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് ഉസ്താദ് അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അതൊരു സാധാരണ പെൺകുട്ടി ആയിരുന്നില്ല, അതൊരു പ്രേതമായിരുന്നു. നമ്മുടെ ഉസ്താദിനെ അതപ്പ തന്നെ ആക്രമിച്ച് ആ ഉസ്താദിന്റെയും ഹൃദയം കൈക്കലാക്കുന്നു. യഥാർത്ഥത്തിൽ അത് പകുഞ്ചരയുടെ പണിയായിരുന്നു. ശബ്ദം കേട്ട് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ദാരു തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഉസ്താദിന്റെ ഹൃദയം തുണിയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പകുഞ്ചരയാണ് അവന് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല നേരത്തെ ഉസ്താദ് കണ്ടു പേടിച്ച ആ ഒരു പ്രേതത്തെയും അവൻ കാണുന്നു. ഇതേ സമയം മെന്റൽ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിൻഗ്രും ആ ഒരു എയർ ഡക്റ്റിലൂടെ എഴഞ്ഞെഴഞ്ഞ് പോകുമ്പോൾ ഓരോ സെല്ലും അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും പലതരം പേഷ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ തളർന്നു കിടക്കുന്ന പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനായിട്ട് നിന്ന ഈ ഒരു ഞരമ്പൻ സെക്യൂരിറ്റിയെയും അവൾ കണ്ടു. മുൻപ് അവൾക്കും ഒരു പക തീർക്കാനുണ്ട്. അങ്ങനെ ആ ഒരു സെല്ലിലേക്ക് നമ്മുടെ നിൻഗ്രും ചാടി ഇറങ്ങിയിട്ട് അവന്റെ കിടുക്കാമണി നോക്കിയിട്ട് ഒരു അറ്റടി, അതോടുകൂടി സെല്ലിൽ നിന്ന് അവൻ തെറിച്ചു പോയി. തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ അവനിട്ട് പെട കൊടുത്തു. അപ്പോഴേക്കും ഇവൻ പേടിച്ച് വിറച്ച് ബാക്കിയുള്ള സെക്യൂരിറ്റീസിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അതോടുകൂടി അവന്മാരെല്ലാരും കൂടി വന്നിട്ട് നിൻഗ്രുമിനെ പിടിച്ചു കെട്ടി വീണ്ടും ആ ഒരു സെല്ലിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം നമ്മുടെ ദാരു ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിൻഗ്രുമിൽ നിന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവന് അറിയേണ്ടതായിട്ടുണ്ട്. നിൻഗ്രു പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് അവനിപ്പോ മനസ്സിലായി. നിൻഗ്രും അങ്ങനെ ആ ഒരു കഥ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. പകുഞ്ചര എന്ന് പറയുന്ന ഒരു സ്ത്രീ
അവളുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല സാത്താനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. സാത്താന് ഏതെങ്കിലും ഒരു വെസൽ അല്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു ദേഹത്ത് എന്നും നിലനിൽക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട റിച്വൽ നടത്താനായിട്ട് അവൾക്ക് ഒരുപാട് ഹൃദയങ്ങൾ ആവശ്യമാണ്. അതാണിപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹോസ്പിറ്റലിൽ അവൾ എന്തോ കണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും അവൾ ഇങ്ങോട്ടേക്ക് വരും. എന്റെ ആയുധം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴേക്കും ദാരുവിനെ റഫീഖ് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് പറയുന്നു. നമ്മൾ നേരത്തെ കണ്ട ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എപ്പോഴും പ്രേതമുണ്ട് സെല്ല് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുമല്ലോ. വീണ്ടും ഇപ്പൊ അവൻ പ്രേതത്തെ കണ്ടിട്ട് ഈ ഒരു ഞരമ്പൻ സെക്യൂരിറ്റിയുടെ അടുത്ത് കാര്യം പറയുന്നു. ഇവിടെ പ്രേതമൊന്നുമില്ലടാ ചെക്ക എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഞരമ്പൻ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് കടന്നതും അവന്റെ ഫ്രണ്ടിലായിട്ട് പകുഞ്ചര പറഞ്ഞു വിട്ട ആ ഒരു പ്രേതം വന്നിട്ട് അവനെ പിടിക്കാനായിട്ട് ഓടുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നു. പിന്നെ ഇവന്മാർ രണ്ടുപേരും കൂടി ഈ ഒരു പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ഒരു അലമാരക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. മിണ്ടാതിരിക്കടാ, പ്രേതങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാൽ തീർന്നു തന്നെ. നീ ഒന്ന് പതുക്കെ തിരിഞ്ഞു നോക്കിയേ, നിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് മറ്റേ സെക്യൂരിറ്റി ചോദിക്കുമ്പോൾ ഈ ഒരു ഞരമ്പൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേണ്ടടാ ആ ഒരു അലമാരയ്ക്ക് അകത്ത് തന്നെ ആ ഒരു പകുഞ്ചര വിട്ടിട്ടുണ്ടായിരുന്ന രക്തദാഹിയായിട്ടുള്ള പ്രേതം അവന് നേരെ വരും. ഇത് കണ്ട മറ്റേ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കിയെങ്കിലും ഈ ഒരു രക്തദാഹിയായിട്ടുള്ള പ്രേതം അങ്ങോട്ടേക്ക് വന്നിട്ട് അയാളുടെ കൈയും കാലൊക്കെ ചുമ്മാ എടുത്ത് പറിച്ചങ്ങോട്ട് കളയാണ്. റഫീഖ് എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ദാരുവിനെ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു മോർച്ചറിയിലേക്കാണ്. അവിടെ വന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും ഇതേ പാറ്റേൺ തന്നെയാണെന്ന് റഫീഖ് ദാരുവിനോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിങ്രും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ റഫീഖിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഫീഖ് എത്രത്തോളം വിശ്വസിക്കുമെന്ന് അറിയില്ല നമ്മുടെ ദാരുവിന്. അതുകൊണ്ട് തന്നെ ഈ കാര്യമൊന്നും അവൻ തുറന്നു പറഞ്ഞില്ല. അപ്പോഴേക്കും മോർച്ചറിയിലേക്ക് മറ്റൊരു മൃതദേഹം കൂടി ഇപ്പൊ വന്നിട്ടുണ്ട്. റഫീഖും അവിടുത്തെ ഉദ്യോഗസ്ഥരും മാറിയ തക്കത്തിന് നമ്മുടെ ദാരു ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോർച്ചറിയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ കിടന്നിരുന്ന മൃതശരീരങ്ങൾ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ദാരു പരിശോധിക്കുന്നു. അങ്ങനെ അതിൽ കൈയിട്ട് നോക്കുമ്പോൾ അവനൊരു പിടി കിട്ടുന്നുണ്ട്. നമ്മൾ ഈ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന മണ്ടാളിന്റെയും കൈക്കോട്ടിന്റെ ഒക്കെ ഒരു പിടി ഉണ്ടാവില്ലേ, അതുപോലുള്ള ഒരു മരത്തിന്റെ പിടിയും അതിലിങ്ങനെ ചെറിയൊരു തൂവൽ ഇങ്ങനെ തൂക്കിട്ട രീതിയിലും അതവൻ ആരും കാണാതെ അവന്റെ കോട്ടിൽ മറച്ചു വെക്കുന്നുണ്ട്. അപ്പോഴേക്കും റഫീഖ് മറ്റു ഉദ്യോഗസ്ഥരും കൂടി പുതുതായി വന്നിട്ടുള്ള ആ ഒരു ഡെഡ് ബോഡിയുമായി മോർച്ചറിയിലേക്ക് എത്തി. അതും ഈ സെയിം പാറ്റേൺ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ദാരു റഫീഖിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. റഫീഖ് ആണെന്നുണ്ടെങ്കിൽ നീ എന്ത് ഈ പ്രാന്ത പറയുന്നത്, അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോഴാണ് ഇവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ശവശരീരം രണ്ടുപേരെയും നോക്കുന്നത് നമ്മുടെ ദാരു മാത്രം കാണുന്നത്. ദാരു അപ്പം തന്നെ റഫീഖിനോട് പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് നോക്കിയേ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ശരീരം നേരം പോലെ കിടക്കുകയാണ്. നിനക്ക് ചുമ്മാ തോന്നിയതാടാ എന്ന് റഫീഖ് പറഞ്ഞ നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശവങ്ങൾക്കും ജീവൻ വെച്ചിട്ട് ഇവർ രണ്ടുപേരെയും അത് ആക്രമിക്കാനായിട്ട് വരികയാണ്. ഇതെല്ലാം തന്നെ പകുഞ്ചരയുടെയും സാത്താന്റെയും പണിയാണ്. ഇതേ സമയം തന്നെ പകുഞ്ചര ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അവളുടെ നരകനായായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പകുഞ്ചരയും ആ ഒരു പ്രേതം കൂടി ചേർന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് നോക്കുമ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടറോടും എല്ലാ പേഷ്യൻസിനെയും അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്രും പറയുന്നു. എന്നിട്ട് നിങ്രും ഒറ്റയ്ക്ക് ഈ ഒരു പകുഞ്ചരയെയും ഈ ഒരു പ്രേതത്തെയും നേരിടാനായിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ പകുഞ്ചര സെല്ലിൽ കിടന്നിരുന്ന ഒരു ഗർഭിണി യുവതിയെ മയക്കിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഈ ഒരു പ്രേതാണെന്നുണ്ടെങ്കിൽ നിങ്രുമിനിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. നിങ്രുമിനാണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ആയുധം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ അവൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോഴാണ് ദാരു അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അതിനോടകം തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എല്ലാ പേഷ്യൻസിനെയും ഡോക്ടർ അവിടെ നിന്നും പുറത്തെത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയം പകുഞ്ചരയാകട്ടെ ആ മെന്റൽ ഹോസ്പിറ്റലിലെ ഒരു ഹാളില് ഗർഭിണിയായിട്ടുള്ള ആ യുവതിയെ അവിടെ കിടത്തിയതിന് ശേഷം അവൾക്ക് ചുറ്റുമായിട്ട് അവൾ ഇന്നേ വരെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഹൃദയങ്ങളെല്ലാം വെച്ച് എന്തൊക്കെയോ റിച്വൽ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. മറുവശത്ത് ദാരു നമ്മുടെ നിങ്രുമിന്റെ അടുത്തേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഉടൻ തന്നെ അവന് ആ ഒരു ശവശരീരത്തിലും കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ആയുധം നമ്മുടെ നിങ്രുമിന് എറിഞ്ഞു കൊടുക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്രും ആ ഒരു പ്രേതത്തിന്റെ തല അങ്ങോട്ട് എടുക്കുന്നു. ദാരുവിനോട് ബാക്കിയുള്ളവരൊക്കെ രക്ഷിക്കാനായിട്ട് പറഞ്ഞ് നിങ്രും ഒറ്റയ്ക്ക് ഇപ്പോ പകുഞ്ചര ആ ഒരു റിച്വൽ നടത്തുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അയ്യോടാ, എന്റെ മോള് എത്താനായിട്ട് വൈകിപ്പോയി. ഞാൻ റിച്വലൊക്കെ തുടങ്ങിക്കഴിഞ്ഞല്ലോ, അത് മുടക്കാനും എനിക്ക് അറിയാടി എന്നും പറഞ്ഞുകൊണ്ട് നിങ്രും പകുഞ്ചരയ്ക്ക് നേരെ ചാടി വീണ് അവക്കിട്ട് നല്ല പെട കൊടുക്കുന്നുണ്ട്. പക്ഷെ വിചാരിച്ച പോലെയല്ലായിരുന്നു കാര്യങ്ങൾ. പകുഞ്ചര കുറച്ചും കൂടി പവർഫുൾ ആയിരുന്നു. ഇപ്പോഴിതാ എന്തൊക്കെയോ അജ്ഞാത ശക്തികൾ അങ്ങോട്ടേക്ക് വന്ന് പകുഞ്ചരയുടെ ദേഹത്തേക്ക് കയറുന്നുണ്ട്. അതോടുകൂടി അവൾ ഫുൾ പവർഫുൾ ആയിട്ട് ഇപ്പോ നിങ്രുമിനെ നേരിടാനായിട്ട് വരുന്നു. ഇവര് രണ്ടുപേരും കൂടി ഒടുക്കത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഗർഭിണി യുവതിയുടെ വയറിനുള്ളിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. സാത്താൻ പിറവി
എടുത്തുകൊണ്ടിരിക്കുകയാണ്. സെല്ലിൽ കിടന്നിരുന്ന ആളുകളൊക്കെ രക്ഷിക്കാനായിട്ട് ദാരു അങ്ങോട്ടേക്ക് പോയിട്ട് സെല്ലൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നും പ്രേതത്തെ കണ്ട് പേടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തോ മനസ്സിൽ കണ്ട് പറയുന്നുണ്ട്, അവൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ അവളോടൊപ്പം വേണം, അവളെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവൾക്ക് തുണയായിട്ട് നിങ്ങൾ വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ചെങ്ങായി പറയുന്നതിലും എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് ദാരുവിന് മനസ്സിലായിട്ട് ദാരുവും ഇപ്പോൾ നിങ്ക്രുമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ പകുഞ്ചിരിയാണെന്നുണ്ടെങ്കിൽ നിങ്ക്രുമിനെ ഇട്ട് നല്ല വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ആയുധമാണെങ്കിൽ ഇപ്പോൾ തെറിച്ച് പോയിട്ടുണ്ട്. നിങ്ക്രുമിനെ തീർക്കാനായിട്ട് പകുഞ്ചിര പാഞ്ഞെടുത്തതും ദാരു അങ്ങോട്ടേക്ക് വന്ന് അവളുടെ ആയുധം എടുത്ത് ഇവക്ക് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും പകുഞ്ചിര കുത്തുന്നത് നമ്മുടെ ദാരുവിനിട്ടാണ്. ദാരുവിന് നല്ല പരിക്കേൽക്കുന്നു. ആ സമയത്ത് തന്നെ നിങ്ക്രുമിന് അവളുടെ ആയുധം കയ്യിൽ കിട്ടിയതുകൊണ്ട് ഈ ഒരു പകുഞ്ചിരയുടെ തലക്കിട്ട് നല്ലൊരു പണി കൊടുക്കുന്നു. അതോടുകൂടി പകുഞ്ചിരയുടെ കഥ കഴിയാനായിട്ട് പോവുകയാണ്. നീ ഇനി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എന്റെ സാത്താൻ ഇവിടെ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പകുഞ്ചിര സന്തോഷത്തോട് കൂടിയിട്ട് പറയുകയാണ്, ഓ നിന്റെ സാത്താൻ അധികം ആയുസില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ക്രും അവളുടെ ആയുധം ഉപയോഗിച്ചിട്ട് ആ ഒരു പിറവി എടുക്കാനായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാത്താനെ വെട്ടി തുണ്ടം തുണ്ടമാക്കി. പിന്നീട് ദാരു കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനൊരു ആംബുലൻസിലാണ്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പബ്ലിഷ് ചെയ്യും? ഇതൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് ഇപ്പൊ അവന്റെ ബോസും അവനോട് ചോദിക്കുന്നത്. അങ്ങനെ സംഭവ സ്ഥലത്ത്, അതായത് ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിന് ഫ്രണ്ടിൽ നമ്മുടെ ബോസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നത് അയാൾ കാണുന്നുണ്ട്. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു ആയുധവുമുണ്ട്. അവൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. അത് നമ്മുടെ നിങ്ക്രുമാണ്. സമയം അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്ന ഒരു ആംബുലൻസിന്റെ ഉള്ളില് പകുഞ്ചര ഉണ്ടായിരുന്നു. അവളിപ്പോ യഥാർത്ഥ രൂപത്തിലാണ്. രക്തം രക്തം എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പാരാമെഡിക് സംഘത്തിലെ ഒരാളെ പകുഞ്ചര തീർക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പും ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.